എവിടെയെങ്കിലും വെടിയേറ്റ് താൻ വീഴാമെന്ന് PV അൻവർ. ഒരൻവർ പോയാൽ മറ്റൊരൻവർ വരണം. യുവാക്കൾ പോരാട്ടം തുടരണമെന്നും PV അൻവർ പറഞ്ഞു. നിങ്ങൾ കാല് വെട്ടാൻ വന്നാലും ആ കാല് നിങ്ങൾ കൊണ്ടുപോയാൽ ഞാനൊരു വീൽ ചെയറിൽ ഇങ്ങനെ വരും, മനസ്സിലായോ? അതുകൊണ്ടൊന്നും ഇവിടെ നിന്നൊന്നും പിന്തിരിയുമെന്ന് ആരും കരുതണ്ട. വെടിവെച്ച് കൊല്ലേണ്ടി വരും, പറ്റുമെങ്കിൽ ചെയ്യ്. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം, ഒരു അൻവർ പോയാൽ മറ്റൊരു അൻവർ വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഇതിൽ നിന്ന് പിന്തിരിയരുത്. നിലമ്പൂരിൽ നിന്നും മുഹമ്മദ് അസ്ലമിന്റെ റിപ്പോർട്ടിലേക്ക്. PV അൻവർ MLA നടത്തിയ ആദ്യ രാഷ്ട്രീയ വിശദീകരണ യോഗം നിലമ്പൂരിൽ ചന്തക്കുന്നിൽ നടന്നപ്പോൾ വലിയ രാഷ്ട്രീയ വിജയമായി എന്ന് തന്നെ ആദ്യഘട്ടത്തിൽ പറയാം. കാരണം അതിന് വലിയ തോതിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു. വൈകിട്ട് 6:30ക്കാണ് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത്. അതേസമയം 4:30 മണി മുതൽ തന്നെ ആളുകൾ ഈ ഒരു വേദിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഒരുപക്ഷെ 5, 5:30, 6 മണി ആകുന്നതോടുകൂടി ഏറെക്കുറെ വേദി പൂർണ്ണമായും നിറയുകയും റോഡിന് ഇരുവശങ്ങളിലായി ആളുകൾ നിൽക്കുകയും സമീപത്തുള്ള കെട്ടിടങ്ങൾ മുകളൊക്കെ തന്നെയും അൻവറിനെ കേൾക്കാൻ, എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടി, അൻവറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരവധി ആൾക്കാരാണ് എത്തിച്ചേർന്നത്. ആളുകളുടെ ഈ ഒരു തിരക്കിനിടയിൽ കൂടെ തിരക്കിയാണ് ഈ വേദിയിലേക്ക് PV അൻവറിന് എത്താൻ തന്നെ കഴിഞ്ഞത്. മാത്രമല്ല, ഒരു 3 മണിക്കൂറോളം നീണ്ടുന്ന പ്രസംഗം പൂർണ്ണമായി കഴിയുന്നവരെയും ഏറെക്കുറെ ആളുകൾ ഒഴിഞ്ഞു പോയില്ല എന്നുള്ളതും ഈ ഒരു പരിപാടിയുടെ അൻവർ നടത്തിയ രാഷ്ട്രീയ വിശദീകരണത്തിന്റെ പ്രാഥമികമായ വിജയമായി തന്നെ നമുക്ക് കരുതാം. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ, ഒരുപക്ഷെ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. പോലീസിന്റെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ MR രാജ്യത്തിന്റെ ഇടപാടുകൾ, ഡാൻസ് ഓഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മാമി കേസും, അതോടൊപ്പം തന്നെ പോലീസിനെതിരായ കൃത്യമായ ആരോപണങ്ങൾ. മാത്രമല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ താൻ എതിർക്കില്ല, പാർട്ടി സഹാക്കൾ എതിർക്കില്ല. അതേസമയം പാർട്ടിയോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ്, പാർട്ടിക്കും മുഖ്യമന്ത്രിക്കുമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും കേസ് അന്വേഷണം വളരെ കൃത്യമായി നടക്കാത്തതിനെ തുടർന്നാണ് താൻ മുന്നോട്ട് പോയെന്ന് പറഞ്ഞു. മാത്രമല്ല, മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെതിരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തു. ന്യൂനപക്ഷ ക്രൈസ്തവ മേഖലയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഫണ്ടുകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച് അദ്ദേഹം തടസ്സം നിന്നു. അദ്ദേഹം കാക്കി ട്രൗസറിട്ട ഒരു സഖാവാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ കോമാളി പ്രയോഗത്തെ അദ്ദേഹത്തിന്റെ പിതാവുമായി ചേർത്ത് വെച്ചുവരെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ വലിയ തോതിൽ CPM ജില്ലാ സെക്രട്ടറിയെ നേരിട്ട് അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കാണിച്ചുകൊണ്ട് വിരട്ടാൻ നോക്കേണ്ട, അങ്ങനെ മാളത്തിൽ ഒളിക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്കും മറുപടിയായി അദ്ദേഹം നൽകുന്നു. എന്തായാലും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറയുന്നു. രാഷ്ട്രീയമായ ഭാവിയെക്കുറിച്ച് അദ്ദേഹം കൃത്യതയോടെ പറയുന്നില്ല. പകരം ഇനി മുസ്ലിം ലീഗിൽ ചേർന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേർന്നോ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കണോ എന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടെ അറിഞ്ഞ ശേഷം ഒരു തീരുമാനമെടുക്കും. അതിനൊരു പിന്തുണ താൻ തേടുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു നിലമൊരുക്കുകയാണെന്നുള്ള സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, CPM-ൽ അദ്ദേഹം പുറത്താക്കുമ്പോൾ CPM ഉറപ്പിച്ചൊരു കാര്യം, മുസ്ലിം ലീഗിലേക്കോ കോൺഗ്രസിലേക്കോ അൻവറിനെ എടുക്കില്ല എന്ന കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നെക്സസ്, രാഷ്ട്രീയ പാർട്ടികളുടെ നെക്സസ് കൊണ്ട് അതിനെ കൂടി അദ്ദേഹം പറയും. എന്തായാലും സ്വതന്ത്രമായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകണമെങ്കിൽ തന്നെ ജനങ്ങളുടെ വലിയ തോതിലുള്ള പിന്തുണ വേണം. അതുകൂടി കണ്ടിട്ടായിരിക്കും അദ്ദേഹം തീരുമാനമെടുക്കുക. എന്തായാലും സ്വതന്ത്രമായി മുന്നോട്ട് പോകും, ഏതെങ്കിലും പാർട്ടികളിലേക്ക് പോകാതെ സ്വതന്ത്രമായി മുന്നോട്ട് പോകുമെന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആരോപണങ്ങൾ ആവർത്തിക്കുകയും വീണ്ടും ഇത്തരത്തിലുള്ള 10-ലധികം പൊതുസമ്മേളനങ്ങൾ നടത്തും എന്ന് പറയുകയും ചെയ്തു. എന്തായാലും അൻവർ നടത്തിയ ആദ്യ രാഷ്ട്രീയ വിഷയം വലിയ വിജയം തന്നെയായിരുന്നു. നാളെ മാമി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനത്ത് വൈകിട്ട് അടുത്ത പ്രസംഗം നടക്കുകയും ചെയ്യും.